നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണെങ്കിലും ഡോക്ടർ പരകല പ്രഭാകർ പറയുന്ന കടുത്ത യാഥാർത്ഥ്യങ്ങൾ ബി.ജെ.പിക്ക് എന്നും തലവേദനയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാവിയെക്കുറിച്ച് കടുത്ത മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധൻ പരകല പ്രഭാകർ രംഗത്ത് വന്നിരിക്കുകയാണ്. സമീപകാല അഭിമുഖത്തിൽ ചരിത്രത്തിലുടനീളമുള്ള സ്വേച്ഛാധിപതികളുടെ വിധിയും മോദിയുടെ വിധിയും തമ്മിൽ താരതമ്യം ചെയ്താണ് വിവാദമായ ആ പരാമർശം നടത്തിയത്. സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ അപകടങ്ങളെ ഊന്നി പറഞ്ഞ പ്രഭാകർ ഏകാധിപതികൾ കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ അവസാനിക്കുന്നു എന്ന കടുത്ത പ്രയോഗമാണ് നടത്തിയത്. ബി.ജെ.പിക്കുള്ളിലെ അധികാര വികേന്ദ്രീകരണത്തെയും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിനെയും വിമർശിച്ച പ്രഭാകർ ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം തന്ത്രങ്ങൾ നിലനിൽക്കില്ലെന്ന് സമർത്ഥിച്ചു. സാമ്പത്തിക ദുരുപയോഗം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, സാമൂഹിക ധ്രുവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മോദി സർക്കാർ പരാജയപ്പെട്ടതായി പ്രഭാകർ ഊന്നി പറഞ്ഞു. കർഷകർ, യുവജനങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിവരുൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി ഭരണകക്ഷിക്കെതിരെയുള്ള തിരിച്ചടിയുടെ സൂചകങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭിന്നിപ്പിക്കുന്ന വാക്ചാതുര്യങ്ങളെയും ഭൂരിപക്ഷ പ്രീണന നയങ്ങളെയും വളരെയധികം ആശ്രയിക്കുന്ന ബി.ജെ.പിക്ക് ഇതുകൊണ്ട് ഒരുപക്ഷെ ഹ്രസ്വകാല തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് പരകല പ്രഭാകർ ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ മര്യാദകളും സ്ഥാപനങ്ങളും തുടർച്ചയായി ഇല്ലാതാക്കുന്നത് ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബി.ജെ.പിയെ നയിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധീരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ പ്രഭാകർ സമ്പദ് വ്യവസ്ഥയെ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചു. സ്വത്വ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി ഊന്നൽ നൽകിയത് സാമ്പത്തിക വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും പരകല പ്രഭാകർ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ പ്രഭാകരന്റെ അഭിപ്രായങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ജനാധിപത്യ തത്വങ്ങളിലേക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിലേക്കും തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭരണക്രമത്തിനുള്ള ആഗ്രഹം കൂടുതൽ സജീവമായിട്ടുണ്ട്. അതേസമയം സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ പ്രത്യാഘാതങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പരകല പ്രഭാകർ നൽകുന്ന മുന്നറിയിപ്പ്. മോദിക്കും ബി.ജെ.പിക്കും അധികാരത്തിൽ പിടിമുറുക്കാൻ കഴിയുമോ, അതോ പ്രഭാകർ പ്രവചിക്കുന്ന പ്രത്യാഘാതങ്ങൾ നേരിടാൻ കഴിയുമോ എന്ന് ജൂൺ 4 അറിയാം.